സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഒരു 3ഓളം വരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ജാതി കാർഡ് കാണിച്ച 3 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാഫിനെതിരെ ദിയാകൃഷ്ണയും ദിയാകൃഷ്ണയുടെ കുടുംബവും എല്ലാം ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഈ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് ദിയാകൃഷ്ണയും കുടുംബവും പറഞ്ഞതിൻ്റെ പേരിൽ അവർ പണം മേടിക്കുകയും, അതായത് വരുന്ന കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയും പിന്നീട് അതിനുശേഷം അത് കസ്റ്റമേഴ്സിന് മനസ്സിലായി തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ ദിയാകൃഷ്ണയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മേടിച്ചതെന്ന് ഇവർ പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കേസ് പല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന 3 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പോലീസുകാർ കണ്ടുപിടിക്കുകയും ഈ 3 പേരങ്ങ് ഒളിവിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഈ 3 പേര് ഒളിവിൽ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നതിന് മുൻപ് ഇവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു സമയത്ത് ഓർമ്മ വരുന്നത്. അതായത് പറയുന്നത് ഇങ്ങനെയാണ്: ദിയാകൃഷ്ണയ്ക്കൊക്കെ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ദിയാകൃഷ്ണയൊക്കെ പറയുന്നത് എല്ലാവരും വിശ്വസിക്കും. അവരൊക്കെ വലിയ പണമിടപാടുകൾ അല്ലെ പണമുള്ള ആളുകളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് രാത്രിയിലൊക്കെ ഞങ്ങളെ വിളിക്കാറുണ്ടായിരുന്നു അത്രേ. എന്തിന്? മറ്റേത് ഏതാ? രാമൻകുട്ടി ഉദ്ദേശിച്ച മറ്റേതല്ലേ?